ഫ്രണ്ടിൽ എല്ലാവരും രണ്ടുപേര് ബാക്കിലേക്ക് ഇനി ഇത് ഏറ്റുവാങ്ങാനായിട്ട് മലയാളത്തിന്റെ നമ്മുടെ സംവിധായകൻ അരുൺ വർമ്മയെ ക്ഷണിക്കുന്നു. ഒരു കയ്യടി കൊടുക്കാൻ നമ്മൾ പുതിയൊരു സന്ദർഭത്തിലേക്ക് പുതിയൊരു ചരിത്ര നിമിഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മാജിക് ഫ്രെയിംസിന്റെ 40ാം ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഇവിടെ നടക്കുകയാണ്. എല്ലാവരും ഒന്ന് നിറഞ്ഞ കയ്യടി കൊടുത്തുകൊണ്ട് ഒരു ചരിത്ര വിജയമാകാൻ പോകുന്ന ഗരുഡൻ എന്ന ചിത്രത്തിന് ശേഷം അരുൺ വർമ്മയുടെ സംവിധാനത്തിൽ നിശ്ചയം ചേട്ടൻ ചെയ്യാൻ പോകുന്ന അടുത്ത 40ാമത് ചിത്രം ആക്ഷൻ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. മാജിക് ഫ്രെയിംസിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ ഇന്നിവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിനിമാ ജീവിതത്തിൽ മാജിക് ഫ്രെയിംസ് എന്ന എൻ്റെ കമ്പനിയുടെ പേര് ആരംഭിച്ചത് ട്രാഫിക് എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് സിനിമയിലാണ്. അപ്പം ട്രാഫിക്കിൻ്റെ തിരക്കഥാകൃത്തുകളായ ബോബി സഞ്ജയ്മാരിലെ സഞ്ജയാണ് എനിക്ക് മാജിക് ഫ്രെയിംസ് എന്ന എൻ്റെ കമ്പനിയുടെ ബാനർ ഇട്ട് തന്നത്. അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയോ സിനിമയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിട്ടിരിക്കുമ്പം ആ ടൈറ്റിലിന് ഭയങ്കര പ്രാധാന്യം ഉണ്ട് എന്ന് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും അത് ഓർമ്മപ്പെടുത്തുവാണ്. അപ്പം എന്നെ സംബന്ധിച്ച് മാജിക്കുകളാണ് നടന്നുകൊണ്ടിട്ടിരിക്കുന്നത്. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ കേട്ടുകേൾവികൾ മാത്രമല്ല, സിനിമ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമാണ് സിനിമയെക്കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടുന്ന് തുടങ്ങി ട്രാഫിക്കിൽ തുടങ്ങി ഇന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേബികളിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഒരു തിരക്കഥാകൃത്തിൻ്റെ ഒരു കഥയുടെ ഒരു അംശം പോലും കേൾക്കാതെ സിനിമയ്ക്ക് ഓക്കെ പറയണം എങ്കിൽ മലയാളത്തിൽ ഒരേ ഒരു റൈറ്ററേ ഉള്ളൂ, അത് ബോബി സഞ്ജയ് തന്നെയാണ്. അപ്പം നല്ലതോ ചീത്തയോ, പക്ഷേ അത് എന്തോ ആയിക്കോട്ടെ എൻ്റെ റിസൾട്ട്. കാരണം എൻ്റെ തുടക്കത്തിൽ എൻ്റെ സിനിമാ ജീവിതത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ സഞ്ജയ് എൻ്റെ ഓരോ ഘട്ടത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ സഞ്ജയോടൊപ്പം വീണ്ടും ട്രാവൽ ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഗരുഡൻ എന്ന സിനിമ ഈ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം റിലീസ് ചെയ്തപ്പോൾ വലിയൊരു ഹിറ്റാവുകയും നമുക്ക് വളരെയധികം ലാഭവും തന്നൊരു സിനിമയാണ്. അപ്പം അതേ ഡയറക്ടറിനൊപ്പം വീണ്ടും സഞ്ചരിക്കുമ്പോൾ ഒരുമിച്ചൊപ്പം യാത്ര ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കണ്ട ഡയറക്ടേഴ്സിൽ ഏറ്റവും നല്ല ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് അരുൺ വർമ്മ എന്ന് പറയുന്ന നമ്മുടെ ഈ ഡയറക്ടർ. സോ അരുണിനോടൊപ്പം ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. സിനിമ എന്ന് പറയുന്നത് വളരെ ത്രില്ലിംഗ് ആണ്. എപ്പോഴും ഇറങ്ങുന്ന ദിവസം വരെ അല്ലെങ്കിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡബിൾ ഒപ്പീനിയൻ ഉള്ള ഒരു സിനിമ പോലും വലിയ ഹിറ്റിലേക്ക് പോകും. ആളുകളുടെ ഒപ്പീനിയന് മാത്രം അനുസരിച്ചല്ല, നെഗറ്റീവ് റിവ്യൂവിനനുസരിച്ച് പോലും അല്ല സിനിമയുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്ന ഒരു മാജിക്കാണ്. ആ മാജിക്കുകൾ ഇങ്ങനെ സംഭവിക്കുകയാണ്. പക്ഷെ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്നും റിസ്ക് മാത്രം എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ മലയാള സിനിമയിൽ ഒരു ബിസിനസ് പോലും ഇല്ലാത്ത ഞാൻ ആക്ച്വലി ഈ ഒരു സിനിമയല്ല എങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനിമയിൽ നിന്ന് തന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കാരണം ഇതെനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു സിനിമ ആയതുകൊണ്ട് മാത്രമാണ്. കാരണം ഇപ്പോഴത്തെ മലയാള സിനിമയുടെ സാഹചര്യം വളരെ മോശമായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ. കാരണം ബിസിനസ് പരമായിട്ടാണ് ഞങ്ങളൊക്കെ 100% റിസ്ക് എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. പക്ഷേ 100% റിസ്ക് എടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു 40% 50% ഒക്കെ ഞങ്ങൾക്കൊരു വരുമാനം ഉണ്ടായിരുന്നു, ഒരു അഷ്യൂർഡ് ആയിട്ടുള്ള ഒരു വരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ അതില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ അത്രയും ടെൻഷനിലാണ് നിൽക്കുന്നത്. അപ്പം വളരെയധികം സന്തോഷം. ഞാൻ ഇന്നലെയാണ് സുരേഷ് ചേട്ടനെയും രഞ്ജിത്തേട്ടനെയും രാകേഷ് ചേട്ടനെയൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചത്. വൈകിട്ടാണ് ഇവൻ വിളിച്ചത്.
കാരണം ഇവിടെ തിരുവനന്തപുരത്ത് ആയതുകൊണ്ടിട്ട് നമ്മുടെ അസോസിയേഷനിൽ ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇവരെല്ലാവരും. സോ ഇന്നിവിടെ ഞങ്ങൾ വിളിച്ചും ഞങ്ങളുടെ ടീം വിളിച്ചിട്ടും ഇവിടെ വന്ന എല്ലാവർക്കും മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരും ഒരു പ്രാർത്ഥന ഈ സിനിമയ്ക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമാ രംഗം വലിയ പ്രതിസന്ധികളോടെ പോകുമ്പോൾ ഡിസ്റ്റിൻ സ്റ്റീഫനെ പോലുള്ള ഒരാൾക്ക് ഇങ്ങനൊരു മാജിക്ക് കാണിക്കാനുണ്ട്. ഇത് ഞങ്ങളൊക്കെ ഇങ്ങനെ ഭാവിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഡിസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ 40ാമത്തെ സിനിമയാണ്. ചുരുങ്ങിയ കാലം കൊണ്ടാണ് 40 സിനിമകൾ ഡിസ്റ്റിൻ എടുത്തത്. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്, അതൊരു മാജിക്കാണ്. ശരിക്കും വലിയൊരു കാര്യമാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ സിനിമ ഇൻഡസ്ട്രിയെ താങ്ങി നിർത്തുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അപ്പം അതിനുള്ള ഒരു റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ലിസ്റ്റിനും ഇപ്പം ഞാൻ ഇവിടെ വരുമ്പോഴാണ് അരൂർ വർമ്മയെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പടം ഞാൻ കണ്ടു. വളരെ ഗംഭീരമായിട്ടൊരു സിനിമയായിരുന്നു. പിന്നെ സഞ്ജയ്, ബോബി, ഇവർ രണ്ടുപേരും സിനിമാ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അപ്പൂപ്പനും അച്ഛനും മക്കളും എല്ലാവരും ഒരുമിച്ച് ഈ സിനിമാ രംഗത്തുള്ളവരാണ്. അപ്പൂപ്പൻ എൻ്റെ ഏറ്റവും അടുത്ത ഒരാളായിരുന്നു. ഞാൻ സ്വാമി സ്റ്റാളിൽ ചെല്ലുമ്പോൾ ജോസ് പ്രകാശ് സാറുമായിട്ട് വളരെയധികം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു ആളുമാണ്. 81 ഞങ്ങളുടെ പടത്തിൽ അഭിനയിച്ച ആളുമാണ്. അപ്പം കറിയാച്ചനാണെങ്കിൽ ഞങ്ങളോട് അസോസിയേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിൽ ബോബി, സഞ്ജയ് രണ്ടുപേരും പ്രഗത്ഭരായിട്ടുള്ള തിരക്കഥാകൃത്തുക്കളാണ്. പോരാത്തതിന് ഇതിൽ അഭിനയിക്കുന്ന എനിക്കൊന്ന് നിവിൻ പോളി, അദ്ദേഹം വന്നിട്ടില്ല. ലിജോ മോളുടെ പടം ഞാൻ ഇപ്പോഴാണ് കണ്ടത്. പൊന്മാൻ എന്ന സിനിമ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ നന്നായിരിക്കുന്നു. യുവ താരനിരയിൽ ഒരു ഉദിച്ചുയരുന്ന താരമാണ് നമ്മുടെ ഷമ്മയുടെ മകൻ. അവനും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. 2010 ഞാൻ ലിസ്റ്റിനെ പരിചയപ്പെടുന്നത്. ഒരു ചെറുപ്പക്കാരൻ സിനിമ എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടി ആ ആദ്യ കാലഘട്ടത്തിൽ എൻ്റെ സിനിമയുടെ ലൊക്കേഷനിൽ വന്നോട് ചോദിക്കും, ചേട്ടാ എങ്ങനെയാണ് ഇതൊക്കെ. അന്ന് വളരെ അത്ഭുതത്തോടു കൂടി ഞാൻ ശ്രദ്ധിച്ച ഒരാളാണ്. വളരെ ചെറുപ്പക്കാരനാണ്. അപ്പോൾ അന്ന് ഞാനും അതുപോലെ വളരെ ചെറുപ്പത്തിലാവുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പിന്നീട് ആ സ്നേഹം തുടർന്നു. ഇപ്പോഴും ആ സൗഹൃദം ഏറ്റവും അധികം തുടരുകയാണ്. ലെസ്റ്റിൻ്റെ ഒരു സിനിമ തിരുവനന്തപുരത്ത് വരുമ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ നൽകുമെന്ന് പറയുകയാണ്. കാരണം ഇവിടെ എന്ത് കാര്യങ്ങളുണ്ട് തീരുമാനിക്കേണ്ടത് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ശബരിമല പോകുന്ന പോലെയാണ് സിനിമ. കാരണം കരിമല കയറുമ്പോൾ വലിയ പാടാണ്. അകത്ത് ചെന്ന് അയ്യപ്പനെ തൊഴുമ്പോൾ ഒരു ആശ്വാസമാണ്. അങ്ങനെയാണ് സിനിമ ഹിറ്റാകുന്നത്. അങ്ങനെ സിനിമകൾ ഹിറ്റാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്ന വിശിഷ്ട അതിഥികൾക്കും എൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ്, മീഡിയ എല്ലാവർക്കും വന്നതിലും അനുഗ്രഹിച്ചതിലും ഒരുപാട് സന്തോഷം. ഒരു ത്രില്ലർ മൂവിയാണ് ഈ സിനിമ. ഞങ്ങൾ ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ ഒരുപാട് ത്രില്ലർ മൊമെൻറ്റിലൂടെ കടന്നു പോയ സമയത്ത് ഇനി ഒരുപാട് സപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടെ നിന്ന് ലിസ്റ്റിൻ സാറിനൊരു സ്പെഷ്യൽ താങ്ക്സ്. ശരിക്കും ഗോഡ് എന്ന് പറയാവുന്ന റൈറ്ററാണ് ഈ മനുഷ്യൻ്റെ ഒരുപാട് പുതിയ സാധനങ്ങൾ, പുതിയ സംഭവങ്ങൾ ഈ സിനിമയിലൂടെ പുള്ളി കൊണ്ടുവരുന്നുണ്ട്. ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് ആയിരിക്കും ഈ സ്ക്രിപ്റ്റ് എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വലിയ വാഗ്ദാനങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ വർക്കിലേക്ക് കിടക്കുകയാണ്. വന്നതിലും പങ്കെടുത്തതിലും എല്ലാവർക്കും നന്ദി. അനുഗ്രഹങ്ങൾ ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ലിസ്റ്റിൻ പറഞ്ഞതുപോലെ ലിസ്റ്റിനുമായുള്ള ഞങ്ങളുടെ 3ാമത്തെ സിനിമയാണ്. ട്രാഫിക് ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. റിലീസിൻ്റെ തലേന്ന് വരെ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന ഒരു ചെറുപ്പക്കാരനായ പയ്യൻ ഇപ്പോഴും അതേ ആർജവത്തോടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളുണ്ടായപ്പോൾ എപ്പോൾ ചോദിച്ചാലും എല്ലാം ഓക്കെയാണെന്ന എന്നോട് സ്ഥിരമായി പറയുന്ന അതേ ആർജവത്തോടെ എൻ്റെ ഒപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സുഹൃത്ത് ലിസ്റ്റിൻ്റെ കൂടെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബേബി ഗേളിൻ്റെ ആദ്യത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് മറ്റൊരു പ്രൊഡ്യൂസറിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന സിനിമയല്ല, ഇത് ഞങ്ങളുടെ ഹോം പ്രൊഡക്ഷൻ തന്നെയാണ്. കാരണം മാജിക് ഫ്രെയിംസിനെ എപ്പോഴും ഹോം പ്രൊഡക്ഷനായിട്ടാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത്. താങ്ക് യു ലിസ്റ്റ്. പിന്നെ അരുൺ, പ്രായം കൊണ്ട് എന്നേക്കാൾ ഒരുപാട് ജൂനിയറായ അരുണിൽ നിന്ന് ഈ 1 വർഷം കൊണ്ട് ഞാൻ സിനിമയെ പറ്റി പഠിച്ചത് ചെറിയ കാര്യങ്ങളല്ല.
സിനിമയെ പറ്റിയും തിരക്കഥയെ പറ്റിയും ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഞാൻ അരുണിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യണം, ഇപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. പിന്നെ മാജിക് ഫ്രെയിംസിലെ ഇവിടുത്തെ എല്ലാവരും, കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അരുൺ പറഞ്ഞ പോലെ തന്നെ അവകാശവാദങ്ങളൊന്നുമില്ല, ഒരു സിനിമയുമായി ഞങ്ങൾ വരിക. പിന്നെ ഇവിടെ വന്നിരിക്കുന്നവർ അത് എല്ലാവരും തന്നെ ഞങ്ങളെയൊക്കെ വളരെ ചെറുപ്പം മുതൽ അറിയുന്ന ആൾക്കാരാണ്. എല്ലാവരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബേബി ഗേൾ എന്ന് പറയുന്ന ഞങ്ങളുടെ സിനിമയുടെ പൂജയ്ക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ അതിഥികൾക്കും ഇതിലേക്ക് ആദ്യമേ നന്ദി പറയുന്നു. എനിക്ക് ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ, ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഒരുപാട് തവണ ഇപ്പോൾ എല്ലാവരും കേട്ട് കഴിഞ്ഞൊരു പേരാണ് ട്രാഫിക് എന്ന് പറയുന്ന സിനിമ. എൻ്റെയും സിനിമയോടുള്ള ഇഷ്ടത്തിൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു. ഒരു സോക്കോൾഡ് കുറച്ച് നാൾ മുമ്പുണ്ടായിരുന്ന ഈ ന്യൂ ജനറേഷൻ സിനിമകളുടെയൊക്കെ ഒരു തുടക്കം എനിക്ക് തോന്നുന്നത് ട്രാഫിക് ആയിരുന്നു. അപ്പോൾ ഞാനും ഫ്രണ്ട്സൊക്കെ ഇതുപോലെ അത്രയും നാൾ നമ്മൾ കണ്ടിരുന്നതും ഡിസ്കസ് ചെയ്തിരുന്ന സിനിമകളിൽ നിന്നുള്ളൊരു ചേഞ്ചായിരുന്നു, വലിയൊരു ചേഞ്ചായിരുന്നു ട്രാഫിക്. അപ്പം അന്ന് തുടങ്ങി ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ളൊരു റൈറ്ററാണ് സഞ്ജയ് ചേട്ടനും സഞ്ജയ് ബോബി എന്ന് പറയുന്ന റൈറ്റേഴ്സ്. അപ്പോൾ അവരുടെ ഒരു സിനിമയിൽ പാർട്ടാവാൻ പറ്റുക, അതും ഞാൻ ഇതിനു മുമ്പ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിൽ ചിരിപ്പിക്കാനാണ് പറ്റിയിട്ടുള്ളത്. ഈ സിനിമയിൽ വേറൊരു തരത്തിലുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും പേടിയും എല്ലാം ഉണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാ വിശിഷ്ട വ്യക്തികളും എല്ലാവർക്കും നമസ്കാരം. ഡിസ്റ്റൻസ് ചെയ്താനായിട്ട് വന്ന സഞ്ജയ് ബോബി സിനിമയിൽ പിന്നെ ബേബികളും എൻ്റെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അഭിനയം കൊള്ളത്തില്ല, എൻ്റെ സൗണ്ട് ഉണ്ടെങ്കിലും പിടിക്കാതെ വിചാരിച്ചപ്പോൾ ഇനി അഭിമന്യം അത് നമുക്ക് നടത്തില്ല. അമ്മാതിരി സൗണ്ടാണ്. ഇവിടെ ഓരോന്ന് പറയുമ്പോൾ കയ്യടി കുറവാണ്, പക്ഷേ ഇപ്പം മനസ്സിലായി എല്ലാവരുടെ കയ്യിൽ രണ്ട് മൊബൈൽ വെച്ചിരിക്കുന്നു, അപ്പോൾ കൈയടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും നല്ലൊരു ടീമിൻ്റെ കൂടെ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജിസിൻ ചേട്ടൻ, അരുൺ ഭായ്, എല്ലാവരോടും, സഞ്ജയ് ഭായ്, എല്ലാവരോടും നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. കുറച്ച് ലേറ്റായി, ചൂടുണ്ട്, എല്ലാവരും വേഗത്തൊക്കെ ഇരിക്കുകയാണ്. ഞങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട് പോവാണ് ഫ്രണ്ട്സിൻ്റെ പരിപാടികളെല്ലാം. അപ്പോൾ ഞങ്ങൾ പോലീസ് അസോസിയേഷൻ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ മാസത്തെ സിനിമയുടെ കണക്കുകൾ പുറത്തുവിടാനായിട്ടുള്ളതുകൊണ്ട് പുള്ളിക്ക് വേഗം പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അവസാനിപ്പിക്കണമെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ എമ്പുരാൻ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് സുരേഷ് ഏട്ടനും നൂറെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടുപേരുടെ അഭ്യർത്ഥന പറഞ്ഞുകൊണ്ടിട്ട് ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കുകയാണ്. കാരണം കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഞങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ